നിലമ്പൂര് അമ്പുക്ക ബേപ്പൂര് അമ്പുക്കയായി മാറിയിട്ടുണ്ട്. ബേപ്പൂരിൽ ജയിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ മത്സരിച്ച ഏതൊരാൾക്കും അങ്ങനെ അവകാശപ്പെടാനുള്ള ഒരു അവകാശവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അത് എല്ലാം റൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബലം വരുമ്പോൾ തീരുമാനമാവും ബാക്കി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഈ PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തി ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ നിരന്തരമായി കുഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ, ഞാൻ വളരെ കൗതുകപൂർവ്വം PV അൻവറിന്റെ ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് കുഴിക്കുക എന്ന് പറയുന്നത് അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ തുരന്നുകൊണ്ടിരിക്കുക എന്നുള്ള അയാളുടെ ഒരു രീതിയാണ്. ഉദാഹരണത്തിന് ആൾ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് DICയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷമായി സഹകരിക്കുന്നു. DIC കോൺഗ്രസിലേക്ക് പോയപ്പോഴും ഇയാൾ കോൺഗ്രസിലേക്ക് പോകുന്നില്ല. അങ്ങനെ അയാൾ ഇടതുപക്ഷമായിട്ട് ഇങ്ങനെ ചുറ്റി, ഇടതുപക്ഷ പരിസരത്തൂടെ, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഇടതുപക്ഷ പരിസരത്തിലൂടെ അങ്ങനെ ചുറ്റിക്കറ്റി നടക്കുന്നു. അങ്ങനെ ഒരു തവണ അയാൾ ഒറ്റയ്ക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു, കുഴപ്പമില്ലാത്ത വോട്ട് പിടിക്കുന്നു. പിന്നീട് ഏറനാട് 2011 ഏറനാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പണ്ട് ഇലക്ഷൻ നടക്കുമ്പോൾ CPM അയാളെ മത്സരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നല്ല, CPR സീറ്റാണ് ഏറനാട് സീറ്റ്. CPI പറഞ്ഞു നടക്കില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ മത്സരിക്കുന്നു പറഞ്ഞു. PV അൻവറും നോമിനേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ PV അൻവറിന് LDF സ്ഥാനാർത്ഥിയേക്കാൾ, ക്ഷമിക്കണം, LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുകയും അന്ന് LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് PV അൻവർ എന്ന് പറഞ്ഞ ഒരു പേര് ഈ പറയുന്ന ഒരു മുഖ്യധാര ആളുകളൊക്കെ പരിശോധിക്കുന്നത്. തുടർന്ന് പിന്നെ കുറെ സംഭവങ്ങളുണ്ടായി. അയാളുടെ ഭൂമി കൈയേറ്റം, കക്കാടം പോയില്ല, അയാളുടെ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അയാൾ LDFന്റെ ഭാഗമായി നിൽക്കുന്ന കാലത്ത്. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും കേൾക്കാറില്ല, പോട്ടെ, നമുക്ക് വേറൊരു വിഷയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ LDFന്റെ ഭാഗമായി നിൽക്കുന്നു. അവിടെ തുറക്കാൻ അയാൾ തുടങ്ങിയിട്ടില്ല. അതിനുശേഷം 2016-ലും 2021-ലും 2 തവണ അയാൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുകയാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അയാൾ വിജയിച്ചതിന് ശേഷം അയാൾക്ക് വലിയ പരിഗണന, അയാളുടെ ഒരു രീതി അതാണ്. ഭയങ്കര അഗ്രസീവാണ് പുള്ളി. പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഭയങ്കര അഗ്രസീവാണ്. അവിടെ ഭയങ്കരമായിട്ടുള്ള വിധേയത്വം കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഒരു കടന്നൽ രാജ, അല്ലെ, ഈ സോഷ്യൽ മീഡിയയിലെ സൈബർ ടീമുകളെ CPM വിശേഷിപ്പിക്കുന്ന, അവരവരുടെ ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ CPM അവരുടെ സൈബർ അണികൾ അവരവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് കടന്നലുകൾ എന്നാണ്. അങ്ങനെ ഒരു കടന്നൽ രാജയായിട്ട് ഈ PV അൻവർ ഇങ്ങനെ വിലസി നടക്കണം. അങ്ങനെ വിലസി നടക്കുമ്പോഴാണ് മലപ്പുറത്തെ പഴയ പോലീസ് ചീഫായിരുന്നിട്ടുള്ള, പോലീസ് മേധാവിയായിരുന്നിട്ടുള്ള സുജിത് കുമാറിനെതിരെ ഒരു ആരോപണം വരുന്നു. സുജിത് കുമാർ മലപ്പുറത്തിനെതിരെ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ചില കേസുകൾ എടുക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കുവരുന്നു. ഇങ്ങനത്തെ ഒരു ആരോപണം അൻവർ ഉന്നയിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആർക്കും അത് മനസ്സിലാവുന്നൊന്നുമില്ല. അതെന്താണ് സംഭവം, അത് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ഇത് എവിടേക്കാണ് ഇതിന്റെ മറ്റേ മുന എന്നുള്ളതൊരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. അടുത്തൊരു ഘട്ടത്തില് CPMന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ നേതൃത്വം വരും. ഇങ്ങനെയൊക്കെ വരുമ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, പിണറായി വിജയൻ എനിക്ക് പിതൃതുല്യനാണ്, എനിക്ക് എൻ്റെ പിതാവിനെ പോലെയാണ് പിണറായി വിജയൻ, എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് PV അൻവർ ചെയ്യുന്നത് പിണറായിസം എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ മാർക്സിസം എന്നൊക്കെ പറയുന്ന പോലെ പിണറായിസം, കേരളത്തിൽ നടക്കുന്നത് പിണറായിസമാണ് എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്യുന്നു. അതുപോലെ അദ്ദേഹം കോയിൻ ചെയ്ത മറ്റൊരു വാക്കാണ് മരുമോനിസം. പിണറായി വിജയന്റെ മകളെ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസും PV അൻവറും കൂടി, ക്ഷമിക്കണം, പിണറായി വിജയനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, CPM നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 വാക്കുകൾ കോയിൻ ചെയ്യുന്നു. അതിനുവേണ്ടി നിരന്തരം ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ CPMൽ നിന്ന് പുറത്തു വരുന്നു. ഇനി CPMന്റെ ഭാഗമായിരുന്നില്ല അയാൾ, LDFന്റെ പിന്തുണയിൽ നിന്ന് അയാൾ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ഒരു പൊളിറ്റിക്കൽ നെക്സസ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അയാൾ ഉപയോഗിച്ച വാക്ക്. നെക്സസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് BD സതീശനുണ്ട്, പിണറായി വിജയനുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഇവരൊക്കെ ഒരു നെക്സസ് ആണ്. ഇവരൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യൊന്നുമില്ല, പരസ്പരം ഇങ്ങനെ പുറംചൊറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ പിന്നാലെ പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് ഇവിടുത്തെ മുഖ്യധാര കക്ഷികളിലൊന്നും വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെ വെച്ച് പിടിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് പോയിട്ട് സ്റ്റാലിന്റെ
പാർട്ടിയായിട്ടുള്ള DMK-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു അലയൻസിന് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ DMK-യിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിണറായി വിജയനും സ്റ്റാലിനും വളരെ അടുത്ത ബന്ധമാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ രണ്ടുപേരും പരസ്പരം വളരെ മ്യൂച്വലി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ്, രണ്ട് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു നടക്കില്ല, സ്റ്റാലിൻ അടുപ്പിക്കുന്നില്ല. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിലേക്കാണ് മൂപ്പര് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മൂപ്പര് ബംഗാളിൽ പോയിട്ടുണ്ട്. ബംഗാളിൽ പോയിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ബംഗാളിൽ എത്തിയിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ കൂടെ ഒരു കൂട്ടം നേതാക്കൾ വരാൻ നിൽക്കുകയാണ്, CPM അവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവാണ്. അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് 2026 ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TMC മത്സരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 30% വോട്ട് നമുക്ക് പിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞൊരു വലിയ കഥ പറയുന്നു. ആ കഥ പറയുക മാത്രമല്ല, മൂപ്പര് ഒരു കത്തും കൂടി കൊടുത്തു. ആ കത്തിൽ പറയുന്ന ആളുകൾ ഭയങ്കര രസമാട്ടോ. കത്തിൽ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് പ്രതിഭ MLA, CPM-ന്റെ പ്രതിഭ MLA, വടകര RMPയുടെ MLA ആയിട്ടുള്ള KK രമ, കോവൂർ കുഞ്ഞുമോൻ, അങ്ങനെ ഒരു പറ്റ നേതാക്കൾ തൻ്റെ കൂടെ TMC-യിലേക്ക് വരാൻ നിൽക്കുകയാണ്. TMC-യിലേക്ക് വരാൻ വരുന്നു. ഇവിടുത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വലിയൊരു വോട്ട് ബാങ്കായി മാറിയിട്ടുണ്ട് ഇവര്. അതിലൂടെ നമുക്ക് TMC എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു റീച്ച് കിട്ടും, അല്ലെങ്കിൽ കേരളത്തിൽ വലിയ സാധ്യതയുണ്ട് എന്നൊക്കെ PV അൻവർ ഒരു കത്തയച്ചിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കളമശ്ശേരി വെച്ചിട്ട് TMC-യുടെ, അതായത് PV അൻവറിന്റെ നേതൃത്വത്തിൽ നേതാക്കളെ കൂടി ഇരുന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ TMC വിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്ന ഒരു കാരണം TMC ഞങ്ങൾക്ക് ചിഹ്നം അനുവദിച്ചില്ല. അതായത് ഒരു പാർട്ടി, ദേശീയ പാർട്ടിയാണ് TMC, സ്വാഭാവികമായിട്ടും ചിഹ്നം അനുവദിക്കാൻ TMC തയ്യാറായിട്ടില്ല. പിന്നെ ദേശീയ നേതാക്കളൊന്നും എൻ്റെ പ്രചരണത്തിന് വന്നില്ല. ഞാൻ അവരുടെ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു, സംസ്ഥാന കൺവീനർ ആയിരുന്നു. പക്ഷെ എനിക്ക് വേണ്ട നേതൃത്വം നൽകി എൻ്റെ പ്രചരണം നയിക്കാൻ അവരാരും വന്നില്ല. അതുകൊണ്ട് ഞാൻ TMC-ആയിട്ട് ബന്ധപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ സമയം പറഞ്ഞ് ഇതുവരെ പുള്ളി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നെല്ലാം പുള്ളിക്ക് കിട്ടുന്ന ഒരു അടി എന്ന് പറയുന്നത് അവിടെയാണ്. ഈ TMC വിടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അൻവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നേതൃത്വം ഇടപെടുകയും ചെയ്തിട്ടില്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് ആ മര്യാദയൊന്നും കാണിച്ചില്ല. അവർ കൃത്യമായിട്ട് അൻവർ നൽകിയിട്ടുള്ള കത്ത് അങ്ങ് പുറത്തുവിട്ടുണ്ട്. ഇത്രയും ആളുകളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. അത്തരത്തിലൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ സാധനം അയാളെ ഉപേക്ഷിക്കാൻ ഞങ്ങളും തീരുമാനിച്ചിരിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി അൻവർ പറഞ്ഞു ഇത് വളരെ മോശമാണ്, ഞാൻ വളരെ രഹസ്യമായി നൽകിയ കത്താണ്, പരസ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായിട്ട് അവർ ആ കത്ത് പുറത്തു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ഇപ്പൊ പുതിയൊരു നീക്കമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. CPM-നകത്ത് നിന്ന് വിട്ടുപോകുന്ന കുറെ ആളുകളുണ്ടല്ലോ, അപ്പൊ ഇവരെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന പരിപാടി നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് 2019 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വലിയ വിജയപ്രതീക്ഷ, അന്ന് പൊന്നാനി മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് ET മുഹമ്മദ് ബഷീറാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ മത്സരിച്ചിരുന്നത്. അയാൾ വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മത്സരിച്ച് തോറ്റു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം റിസൾട്ട് വരിക, റിസൾട്ടിനകത്ത് ജയിക്കുക തോൽക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. VS അച്യുതാനന്ദനും VM സുധീരനും പിന്നെ രമേശ് ചെന്നിത്തലയും EK നായനാരും എല്ലാം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളുകളാണ്. അപ്പോൾ അത് ജനവിധിയെ മാനിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജനങ്ങൾ വെല്ലുവിളിക്കുന്ന പോലെ എന്നെ ജയിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും എന്ന് പറയുന്നത് ഒട്ടും ഒരു അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അദ്ദേഹം ചെയ്തു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ അദ്ദേഹം തോറ്റപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചൊന്നുമില്ല, ഞാൻ അങ്ങനെയൊക്കെ പലതും പറയും എന്ന് പറഞ്ഞിട്ട് ഇതൊരു വാക്കിന് സ്ഥിരതയില്ലാത്ത ഒരാളെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ അന്നുതൊട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇയാൾ എന്താണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകനും സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ പിന്തുടരേണ്ട ചില മൂല്യങ്ങൾ അതൊന്നും ഇയാൾ കാണിക്കുന്നില്ലല്ലോ എന്ന് പറയാണ്. അയാൾ ബേപ്പൂര് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തും വളരെ വ്യക്തിപരമായിട്ടാണ് അധിക്ഷേപിച്ചുകൊണ്ട്, വ്യക്തി അധിക്ഷേപമാണ് അയാൾ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക തോൽക്കുക എന്നൊക്കെ രണ്ട് ഘട്ടങ്ങളാണ്. അയാള് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അയാളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവണതയാണ് തുടർന്നത്. ഇപ്പോൾ അയാൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അയാൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായിട്ട് അയാൾ നിൽക്കുന്നുണ്ട്.
ഞാൻ ഉറപ്പ് പറയുന്നു അയാൾ അധികം വൈകാതെ അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം ഒരു പൊതുപ്രവർത്തകന് വേണ്ട ക്വാളിറ്റികൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇരിക്കുന്നിടം കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാൻഡ്രൈ കമ്പുക്ക ഇനി കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ട ഒരു കാര്യമാണ്, അറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കുറവായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.